കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ഗംഗാവലി നദിയിലെ കുത്തൊഴുക്ക് കുറഞ്ഞതിന് പിന്നാലെയാണ് തിരച്ചിൽ പുനരാരംഭിക്കുന്നത്. ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഇതിൽ ഒട്ടേറെ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെ ഈശ്വർ മാൽപ്പെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അദ്ദേഹം തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് പറയുന്നു. അല്പം മുൻപ് സതീഷ് കൃഷ്ണ സെയിൽ കാർവാർ MLA ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ആകപ്പാടെ ഒരു അവ്യക്തതയും ആശയക്കുഴപ്പവും ഉണ്ട് എന്നതല്ലേ? അനുജ, തീർച്ചയായിട്ടും ഒരു കുഴപ്പത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പെ തെരച്ചിൽ ഇറങ്ങുന്നത്. എന്തായാലും നമുക്കത് വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. നിലവിൽ ഇന്ന് രാവിലെ മുതൽ തുടങ്ങുന്ന അത്തരം അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും ഇതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ നേവിയാണ് ആദ്യഘട്ടത്തിൽ തെരച്ചിലിൽ ഇറങ്ങുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത്. ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്തരമൊരു തീരുമാനമാണ് അറിയിച്ചത്. ഇന്ന് രാവിലെ മുതൽ അതിൽ കാത്തിരിപ്പായിരുന്നു. ഉച്ചയോടെ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി അതിന് ലഭിച്ചിട്ടില്ല എന്ന് അറിയുന്നു. പിന്നീട് വീണ്ടും ഈ ദൗത്യം അനിശ്ചിതത്വത്തിലാവുന്നു. എന്താണ് ഇതിലൊരു വ്യക്തത, ഒരു കുറവുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അനുമതി നൽകാത്തത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇതെങ്ങനെ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ജില്ലാ ഭരണകൂടം പങ്കുവച്ചിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ചില അപ്ഡേറ്റുകൾ ഉണ്ടാകുന്നത്. അതിൽ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഈ സ്ഥലം സന്ദർശിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തും എന്ന് പറഞ്ഞത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ നാളെ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇന്ന് ഇപ്പോൾ നമുക്ക് അവശേഷിക്കുന്ന, അതായത് വിസിബിലിറ്റിയുള്ള വെളിച്ചം അവശേഷിക്കുന്ന സമയത്ത് പറ്റാവുന്ന തെരച്ചിൽ നടത്തുക എന്ന ഒരു കാര്യത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു. അങ്ങനെ ഈശ്വർ മാൽപ്പെയും നിലവിൽ ഇവിടെയുള്ള സംഘവും ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നു. ഈശ്വർ മാൽപ്പെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിലവിൽ ഇപ്പോൾ ഡൈവ് ചെയ്യേണ്ടതിനാവശ്യമായ അതിൻ്റെ വേഷങ്ങളൊക്കെ ധരിച്ച് മറ്റ് അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അദ്ദേഹം തെരച്ചിലിന് ഇപ്പോൾ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന് ഒരുങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി അദ്ദേഹത്തിന് നിലവിൽ ലഭിച്ചിട്ടില്ല. സതീഷ് കൃഷ്ണ സെയിൽ അദ്ദേഹത്തിന് അത്തരമൊരു നിർദ്ദേശം നൽകി തെരച്ചിലിന് ഇറങ്ങണം. അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ നിലവിൽ ഉണ്ട്. ആ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് നിലവിൽ ഇപ്പോൾ 3 നോട്ട്സിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ ഡൈവ് ചെയ്യാൻ സാധിക്കും എന്ന തരത്തിൽ ഈശ്വർ മാൽപ്പെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ടീം അദ്ദേഹത്തിനൊപ്പമില്ല. അതോടൊപ്പം തന്നെ മറ്റ് അദ്ദേഹത്തിന് സഹായത്തിനെത്തുന്ന അല്ലെങ്കിൽ മറ്റ് പശ്ചാത്തല സഹായം ഒരുക്കുന്ന കൂടുതൽ മത്സ്യത്തൊഴിലാളികളും നിലവിൽ ഇപ്പോൾ ഈ വൈകുന്നേരത്തെ സമയത്ത് ഇവിടെ ഇല്ല. നാളെ അതിൽ കൂടുതൽ സജ്ജീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ സംഘങ്ങളെ എത്തിച്ചുകൊണ്ട് അതിൽ വിപുലമായിട്ടുള്ള തെരച്ചിൽ നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ അവശേഷിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു 2 മണിക്കൂർ സമയമായിരിക്കും ഇവിടെ നിലവിൽ തെരച്ചിൽ നടത്തുക. അതിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ട ഒരുക്കത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഉടൻ തന്നെ പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ അദ്ദേഹം ആരംഭിക്കും. നമുക്ക് അറിയാം, ഈ ദൗത്യത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ എത്തി തെരച്ചിൽ നടത്തിയതാണ്. അദ്ദേഹം പുഴയിലിറങ്ങിയുള്ള ഡൈവിംഗ് നടത്തിയതാണ്. ആ ഘട്ടത്തിൽ പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രമം വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണത് ആ ഘട്ടത്തിൽ. കാരണം 6 നോട്ട്സിന് മുകളിലായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അടിയൊഴുക്ക്. പക്ഷേ അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി തന്നെ അദ്ദേഹം അന്ന് ആ ദൗത്യം ഏറ്റെടുത്തു. പക്ഷേ എന്തെങ്കിലും കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ അടിയൊഴുക്കിനെ അതിജീവിക്കുന്നതിൽ വലിയ പ്രയാസമുണ്ടെന്ന് അദ്ദേഹം ആ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. അടിയൊഴുക്ക് മാത്രമല്ല, ഈ പുഴയിലെ ഈ അടിത്തട്ടിലുള്ള വലിയ മൺകൂമ്പാരം, അതിന് മുകളിലുള്ള വലിയ മൺതിട്ടകൾ, വലിയ കല്ലുകൾ, ഈ മണ്ണിടിച്ചിൽ തുടർന്ന് അവിടെ പുഴയിൽ പതിച്ചിട്ടുള്ള ഇത്തരം പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ആ പുഴയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനെ ഇപ്പോഴും അതിജീവിക്കേണ്ടതുണ്ട്. അന്ന് അടിയൊഴുക്കും ഈ രണ്ടും അതിജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടിയൊഴുക്ക് എന്തായാലും വളരെ പുഴ ശാന്തമായാണ് ഒഴുകുന്നതെന്ന് ഇന്നലെ നേവിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ MLAയും ഈശ്വർ മാൽപ്പയും അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്നത് ആദ്യമായിട്ടല്ല, അല്ലെങ്കിൽ ദൗത്യം ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടല്ല. കർണാടകയിലും
സമീപ സംസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹം ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും ഇതിലും ശ്രമകരമായിട്ടുള്ള ദൗത്യങ്ങൾ വിജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചരിത്രം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹത്തിന് വലിയ ആത്മധൈര്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഇത്തരം സാഹചര്യം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം ഇവിടെ വന്നു. അർജുനും അതോടൊപ്പം തന്നെ കാണാതായിട്ടുള്ള മറ്റ് 2 പേർക്കും വേണ്ടി എല്ലാ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും മറികടന്ന് അദ്ദേഹം തെരച്ചിൽ നടത്താമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ജില്ലാ ഭരണകൂടം അതിൽ ഔദ്യോഗികമായ അനുമതി നൽകിയില്ല. പോലീസ് ഉൾപ്പെടെ അദ്ദേഹത്തെ തടയുന്ന സാഹചര്യമുണ്ടായി. അത് നിഷേധിച്ച് അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങളെ അവഗണിച്ച് അദ്ദേഹം പുഴയിലിറങ്ങിയാൽ കേസെടുക്കുമെന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകി. പിന്നീട് അദ്ദേഹം ഉടുപ്പിയിലേക്ക് അദ്ദേഹത്തിന്റെ സ്വദേശത്തേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു എന്ന വിവരം നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നേവിക്ക് അനുമതി നൽകിയില്ല. ഈശ്വർ മാൽപ്പയ്ക്ക് ഒരു തരത്തിലും നിലവിലെ സാഹചര്യത്തിൽ അനുമതി നൽകുമെന്ന് നമ്മൾ കരുതിയുമില്ല. ജില്ലാ ഭരണകൂടം ഇപ്പോഴും അനുമതി നൽകിയിട്ടില്ല. പക്ഷേ അതിലൊരു റിസ്ക് ഇപ്പോൾ കാർവാർ MLA നേരത്തെ ഇപ്പോ അരുൺ പറയുന്നുണ്ട്. അതായത് രാവിലെ ഇദ്ദേഹം വന്ന് മടങ്ങിപ്പോയിരുന്നു ഈശ്വർ മാൽപ്പെ. അദ്ദേഹം വീണ്ടും എത്താനുള്ള സാഹചര്യം എന്താണ്? ഈ സതീഷ് കൃഷ്ണസേലിന്റെ ഒരു പിന്തുണ തനിക്കുണ്ട് എന്ന അറിവിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വീണ്ടും എത്തിയത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ല, പക്ഷേ MLA പിന്തുണ തനിക്കുണ്ട് എന്ന അതിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം വീണ്ടും അങ്ങോട്ടേക്ക് എത്തിയതും സ്വന്തം റിസ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതും? അനുജ, ഇതിലൊരു കാര്യം, അതായത് അദ്ദേഹം നേരത്തെ തന്നെ ഈശ്വർ മാൽപ്പെ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലൊരു അനുമതി ലഭിച്ചാൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഭയവുമില്ല. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അദ്ദേഹം തെരച്ചിൽ ഇറങ്ങുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് ജില്ലാ ഭരണകൂടവും പോലീസും ഒന്നും അതിൽ അനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു എന്ന വിവരം നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട അനുമതി നൽകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടായത്. അതിൽ ഈ സതീഷ് കൃഷ്ണസേലിന്റെ ഇടപെടൽ നമ്മൾ പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് ഈശ്വർ മാൽപ്പയെ തെരച്ചിലിറക്കുമെന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനു മുമ്പ് തന്നെ ഈശ്വർ മാൽപ്പയുമായി ആശയവിനിമയം നടത്തുകയും നിലവിലെ സാഹചര്യങ്ങൾ ഈശ്വർ മാൽപ്പയുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തോട് പുഴയിലിറങ്ങിയുള്ള തെരച്ചിലിൽ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചതിന് ശേഷമാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസേല് ഈ ഷിരൂരിലെ ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് മാധ്യമങ്ങളോട് ആ കാര്യം അറിയിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ നാളെ ആയിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇന്ന് അവശേഷിക്കുന്ന ഈ സമയത്ത്, ഇപ്പോൾ ഈ വിസിബിലിറ്റി അവശേഷിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം തെരച്ചിലേക്ക് പോകുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഈ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ അദ്ദേഹത്തെ സജ്ജീകരിച്ചുകൊണ്ട് മറ്റ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം തെരച്ചിലിന് പോവുകയാണ്. നമുക്കറിയാം, എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ വേണം തെരച്ചിലിന് ഇറങ്ങാൻ. മറ്റെന്തെങ്കിലും മറ്റ് പശ്ചാത്തല സഹായം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങൾ ഉണ്ട്. ഇവിടെ ഒരു തോണി വന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മറ്റ് വലിയ സംവിധാനങ്ങളില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ നേവിയുടെ ബോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാതെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യത്തിന് അദ്ദേഹം തയ്യാറെടുക്കുകയും അദ്ദേഹം അതിന് ഇറങ്ങുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായും വലിയ പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം ഈ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് വളരെ നിർണായകമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലേക്ക് അദ്ദേഹം ഇറങ്ങുകയാണ്. അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർ ഷിരൂർ മണ്ണിടിച്ചിലിൽ കഴിഞ്ഞ 29 ദിവസം മുമ്പ് നടന്ന വലിയൊരു മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള 3 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അദ്ദേഹം പുനരാരംഭിക്കുകയാണ്. കാർവാർ MLA റിസ്കിൽ അദ്ദേഹം ആ ദൗത്യം വളരെ ധൈര്യത്തോടെ അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമെന്നുള്ളത് നിലവിൽ ഇപ്പോൾ പുഴയിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അടിയൊഴുക്ക് വളരെ കുറവാണ്.
മഴയില്ല, പുഴയിലെ ജലനിരപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിന് അതിനുള്ള വൈദഗ്ധ്യമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് തന്നെ ഈ ദക്ഷിണ കന്നഡ മേഖലകളിൽ, ഈ തീരദേശ കർണാടകയിലൊക്കെ ഇത്തരം വലിയ ദൗത്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് അദ്ദേഹം ധൈര്യപൂർവ്വം അത് പൂർത്തീകരിക്കുന്ന കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ അത്തരം വിവരങ്ങളൊക്കെ അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന് അത്തരത്തിലൊരു ചരിത്രമുണ്ട്. ആ ധൈര്യം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഒരു പരിചയ സമ്പത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹം ആ ബോട്ടിലേക്ക് നിലവിൽ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ള മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള തോണിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ തന്നെ കയറും. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതല്ലെങ്കിൽ നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുള്ള 4 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലാണ് അദ്ദേഹം ആ പരിശോധന അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പരിശോധന ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈശ്വർ മാൽപേ വളരെ ധൈര്യത്തോടെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്ന കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള ആ തോണിയിൽ അദ്ദേഹം ഈ ദൗത്യത്തിലേക്ക് പോവുകയാണ്. ഗംഗാവലി പുഴയിലെ ഇപ്പോൾ നിലവിലെ സാഹചര്യം നമ്മൾ രാവിലെ മുതൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം നിലവിൽ ഇപ്പോൾ ഗംഗാവലി പുഴയിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ദൗത്യത്തിൻ്റെ ഒരു പീക്ക് ടൈമിൽ, ആ ടൈമിൽ വന്ന സമയത്ത് ഗംഗാവലി പുഴ ഇങ്ങനെയായിരുന്നില്ല ഉണ്ടായിരുന്നത്. കുത്തിയൊലിക്കുന്ന ഗംഗാവലി പുഴയാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ആ സാഹചര്യമല്ല ഉള്ളത്. നിലവിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്നലെ നേവിയും അതോടൊപ്പം തന്നെ നിലവിൽ കാർവാർ MLA ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് നിലവിൽ അടിയൊഴുക്ക് 3 നോട്ട്സിൽ കുറവാണ് എന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ ഈശ്വർ മാൽപേക്കൊപ്പമുള്ളത് അവരുടെ സംഘാംഗങ്ങളായിട്ടുള്ള 3 പേരാണ്. മറ്റ് 2 പേർ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈശ്വർ മാൽപേ ഉൾപ്പെടെ 8 അംഗ സംഘമാണ് അവർക്കുള്ളത്. അവർ മുഴുവൻ പേരും ഇന്നത്തെ ദൗത്യത്തിലില്ല. നാളെ അവർ കുറച്ചുകൂടി അതിലൊരു പ്ലാനിംഗ് നടത്തി കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ, ഈ ബോട്ട് സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അവരുടേതായ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ MLA ഉൾപ്പെടെ ഒരുക്കുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് കൂടുതൽ സജ്ജീകരണങ്ങൾ കൂടി ക്രമീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നാളെ ഉണ്ടാകും. ഇപ്പോൾ ലഭിക്കുന്ന ഈ സമയം അത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഇപ്പോൾ ഈ മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള തോണിയിൽ കയറി ഇനിയിപ്പോൾ ഗംഗാവലി പുഴയുടെ നിലവിൽ നമുക്ക് സ്പോട്ട് കണ്ടെത്തിയിട്ടുള്ള 4 സ്പോട്ടുകളാണുള്ളത്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഡൈവിംഗ് ഉൾപ്പെടെ തെരച്ചിൽ ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഈശ്വർ മാൽപേക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത്. അർജുൻ്റെ കുടുംബവും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം ആ തെരച്ചിൽ പുനരാരംഭിക്കുന്നുവെന്ന തീരുമാനം വരുന്നു. നേവി തന്നെ അതിന് നേതൃത്വം നൽകുമെന്ന തീരുമാനം വരുന്നു. രാവിലെ 9 മണിയോടെ നേവിയുടെ സംഘം എത്തും. അവർ ആദ്യം റഡാർ പരിശോധന നടത്തും, പിന്നീട് ഡൈവിങ്ങിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്ന കാര്യങ്ങളൊക്കെ വിവരങ്ങളായി പുറത്തു വന്നിരുന്നു. പക്ഷേ നമുക്ക് 9 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞ സമയത്തൊന്നും നേവി എത്തിയില്ല. പിന്നീട് പുറത്തു വന്ന വിവരം അവർക്കതിനുള്ള അനുമതി ലഭിച്ചില്ല എന്ന വിവരമാണ് പുറത്തു വന്നത്. അത് വലിയ നിരാശ നൽകുന്ന, നമ്മുടെ പ്രതീക്ഷകൾക്ക് വിഭിന്നമായിട്ടുള്ള ഒരു വിവരമാണ് ആ ഘട്ടത്തിൽ പുറത്തുവന്നത്. അനുമതി നൽകാതിരുന്നതിനുള്ള കാരണം എന്താണ് എന്നതാണ്. ഇപ്പോൾ ഇന്നലെ കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞു ചില പ്രതിസന്ധികളുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാലാവസ്ഥ ഒരു പ്രതിസന്ധിയായി നിലവിൽ പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 5 ദിവസമായി ഈ മേഖലയിൽ മഴയില്ല, ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, ജലനിരപ്പും കുറവാണ്, അടിയൊഴുക്ക് 2 നോട്ട്സ് അല്ലെങ്കിൽ ആ തലത്തിൽ നിൽക്കുകയാണ്, 3 നോട്ട്സിന് താഴെ എന്ന് പറയുമ്പോൾ മുൻപ് നമുക്കറിയാം 6 നോട്ട്സ് അതിന് മുകളിലേക്കൊക്കെ പോയ സമയമുണ്ടായിരുന്നു. ഇവിടെ എന്താണ് അനുമതി നൽകാത്തതിന് കാരണമെന്നാണ്? ഔദ്യോഗികമായി എന്തെങ്കിലും വിശദീകരണമുണ്ടോ? അനുജ, ആ കാര്യം നമ്മൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നത് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലായിരുന്നു. നേരത്തെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിരുന്നു.
അതായത് ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി, ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരോടെല്ലാം നമ്മൾ ഈ കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ അല്ലെങ്കിൽ അവർ കൃത്യമായി അതിലൊരു ആശയവിനിമയം നടത്തിയില്ല. എന്താണ് ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അല്ലെങ്കിൽ നേവിക്ക് ഇതിൽ അനുമതി നൽകുന്നതിലുള്ള തടസ്സം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ MLA എത്തിയ ഘട്ടത്തിൽ ആ കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ MLA ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ MLA തയ്യാറായില്ല. എന്തെങ്കിലും ഒരു സാങ്കേതിക പ്രശ്നമാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് അത് വ്യക്തമാക്കാൻ സാധിക്കും. ഒരു മാധ്യമങ്ങളോട് അത് പങ്കുവച്ചില്ലെങ്കിൽ പോലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അർജുൻ്റെ കുടുംബം എല്ലാ ദിവസവും തന്നെ ഈ അർജുൻ്റെ കുടുംബം ഈ ജില്ലാ കളക്ടറെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ളവരെല്ലാം ബന്ധപ്പെടുന്നതാണ്. അവരോടെങ്കിലും ഈ കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അർജുൻ്റെ ഭാര്യയും അർജുൻ്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെ ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചില്ല, വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു മറുപടി ലഭിച്ചില്ല എന്നാണ് അവരും പറയുന്നത്. എന്തായാലും എന്തെങ്കിലും ഈ പുഴയിലെ നിലവിൽ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്ത് വലിയ മണ്ണുകൾ നീക്കം ചെയ്യാനുണ്ട്. അതിൽ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചതിന് ശേഷം ഇത്തരം തെരച്ചിലേക്ക് കടക്കാനാണോ എന്ന തീരുമാനം, അങ്ങനെയാണോ ജില്ലാ ഭരണകൂടം കണക്ക് കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. അവർ എന്തായാലും ആ കാര്യം ഔദ്യോഗികമായി നിലവിൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല.